നമുക്ക് വേണ്ടേ മതേതരം ഇന്ത്യ. എന്താണ് മതേതരത്വം? എന്താണ് മതേതരത്വം? എല്ലാ മനുഷ്യനും ഒരുപോലെ ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയുന്ന അവസ്ഥയുടെ പേരാണ് മതേതരത്വമെങ്കിൽ അത്തരത്തിലുള്ള അവസ്ഥയിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. ഞാനൊരു ചെറിയ കഥ പറയാം. ആ കഥ ഇപ്രകാരമാണ്. നമ്മളെല്ലാവരും വിദ്യാർത്ഥികളാണ്, നമ്മളെല്ലാം പഠിച്ചവരാണ്, നമ്മളെല്ലാം യുവാക്കളാണ്. നമ്മളെല്ലാവരും നമ്മുടെ പുസ്തകങ്ങളിൽ, പാഠപുസ്തകങ്ങളിൽ എല്ലാം ഒന്നാമത്തെ രണ്ടാമത്തെ പേജിൽ അല്ലെങ്കിൽ പേജിന്റെ അവസാന ഭാഗത്ത്, പാഠപുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ കണ്ട ഒരു ചിത്രം ഉണ്ടോ? ആ ചിത്രം നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെതാണ്. കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ പറയുന്ന ഒരു 5 വാക്കുകളുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റും? സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. എന്നുവെച്ചാൽ ഇന്ത്യ എന്ന രാജ്യത്തെ നിർവചിക്കുന്നത് ഈ 5 വാക്കുകളിലൂടെയാണ്. സോവറിൻ, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്, സോഷ്യലിസ്റ്റ്. ഇതിന് കൃത്യമായ രേഖകളുണ്ട്. ഈ അടുത്ത കാലത്ത് നമുക്ക് നഷ്ടപ്പെട്ട 2 വാക്കുകളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുത്തിയ 2 വാക്കുകളുണ്ട്. നമ്മുടെ പുതിയ ഭരണശിലാ കേന്ദ്രത്തിൽ ഉദ്ഘാടന വേളയിൽ നമ്മുടെ BJP ഗവൺമെന്റ് നമ്മുടെ ആമുഖത്തിന്റെ ഓരോ കോപ്പിയും രാജ്യത്തെ ഓരോ MP-മാർക്ക് നൽകുകയുണ്ടായി. അതിൽ നിന്ന് അവരെടുത്തു മാറ്റിയ 2 വാക്കുകൾ, ഒന്ന് സെക്യുലർ എന്നാണ്, ഒന്ന് സോഷ്യലിസ്റ്റ് എന്നാണ്. അപ്പൊ എന്റെ മനസ്സിലെ